വനമേഖലയിൽ നിന്ന് ഏറെ അകലെയുള്ള പത്തനംതിട്ട ആറന്മുള ഗ്രാമപഞ്ചായത്തിലും കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാകുന്നു. തിങ്കളാഴ്ച ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച കുടുംബത്തെ കാട്ടുപന്നി ആക്രമിച്ചു. പഞ്ചായത്തിലെ UDF ഭരണസമിതി കാട്ടുപന്നി ആക്രമണം പരിഹരിക്കുന്നതിൽ പരാജയമാണെന്നാണ് ആക്ഷേപം. സുമേഷും ഭാര്യ ദീപയും കുട്ടിയുമൊത്ത സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോഴാണ് പന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അത് പെട്ടെന്ന് ഇങ്ങനെ നല്ല ശബ്ദം ഉണ്ടാക്കിയിട്ട് വണ്ടിയിൽ ഇടിക്കുമായിരുന്നു. സൈഡിലോട്ട് ചേട്ടന്റെ കാല് അന്നേരം കുത്താത്ത രീതിയിൽ കാല് കുത്താൻ പറ്റാത്ത രീതിയിൽ ബൈക്കിനെ മറിച്ച് വിട്ടിട്ട് അത് ഇടിച്ച് ഫ്രണ്ടില് കാലിന് പരിക്ക് പറ്റി. 2 ഒടിവുണ്ട്, പിന്നെ സ്റ്റിച്ച് കുറേ ഉണ്ട്. പിന്നെ എനിക്ക് ചെറുതായിട്ട് കാലിൽ സ്ക്രാച്ച് അതിന്റെ കൊമ്പ് ചെറുതായിട്ട് നല്ലതായിട്ട് കയറിയിട്ടുണ്ട്. നല്ല മുറിവാണ്, 2 ഒടിവുണ്ട്, സർജറി ആണ്. ആറന്മുള ഗ്രാമപഞ്ചായത്തിലെ UDF ഭരണസമിതി പന്നിശല്യത്തിൽ കാര്യമായി ഇടപെടുന്നില്ലെന്ന പഞ്ചായത്ത് അംഗം രതീഷ് പറഞ്ഞു. അറിയാമല്ലോ, നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മുടെ ഈ പുറയിൽ വനത്തിന് സമാനാന്തരമായിട്ടാണ് നമുക്കിപ്പോൾ ഈ റബ്ബറിൽ കാടുകൾ കയറി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ ഒട്ടനവധിയുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം പഞ്ചായത്തിൻ്റെ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള വീട്ടുടമകളെ കണ്ട് അവരോട് കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങൾ കാടുകൾ വെട്ടിത്തെളിക്കണം, അല്ലാത്ത പക്ഷം നമ്മൾ നേരിട്ട് തന്നെ പഞ്ചായത്ത് തന്നെ നേരിട്ട് കാടുകൾ വെട്ടിത്തെളിക്കേണ്ട അവസ്ഥയുണ്ടാകും, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫൈൻ ഈടാക്കും. ഇങ്ങനെയുള്ള രീതികളിലേക്ക് നമ്മൾ പഞ്ചായത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. പന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും വനപാലകർ ആശുപത്രിയിൽ എത്തുകയോ വിവരശേഖരണം നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് സുമേഷ് പറഞ്ഞു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.